അളിയാ എടാ എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിൽ കയറണം. നീ അതിൻ്റെ ഐഡിയ പറഞ്ഞോ. വീട്ടിൽ കയറാൻ മാത്രം നീ നല്ല കാര്യമാണല്ലോ ചെയ്തു വെച്ചിട്ട് പോയാ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാ നീ എന്തോ ചെയ്തേന്ന് പണ്ട്. അതിനോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പല തവണ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ആവശ്യമില്ലാതെ പിള്ളേരോട് വഴക്കുണ്ടാക്കാൻ പോകരുത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ പറഞ്ഞാൽ എന്താ കേൾക്കാത്തെ? ഇനി മേല ഇതുപോലെ പിള്ളേരോടെ കളിച്ച് വഴക്കുണ്ടാക്കി എൻ്റെ മുന്നിൽ വന്നിരുന്ന് മോങ്ങിയോ ഇപ്പം കിട്ടിയോലായിരിക്കത്തില്ല. അറിഞ്ഞാൽ വിളിപ്പിക്കുന്നില്ല ഞാൻ. കടല പറിക്കത്ത് എടാ അത് അറിയാത്ത പ്രായത്തിൽ പറ്റിപ്പോകുന്നില്ലൂടാ. ഓ സ്വന്തം തന്റെ കല്ലറിഞ്ഞു പോന്ന അമ്മ മറക്കുന്നേ. ആ അമ്മയ്ക്ക് വെച്ചിന് എന്തോ സ്നേഹമായിരുന്നു ഓർമ്മയുണ്ടോ? എടാ ഇത്രയും വർഷമായില്ലേ അമ്മ എന്തായാലും അതൊക്കെ മറന്നു കാണും. എങ്ങനെയെങ്കിലും അമ്മയോടൊന്ന് പറയടാ. ഞാൻ അമ്മയെ പറഞ്ഞു ഇതും പറയണ്ട എന്നുണ്ടല്ലോ. ആ തള എൻ്റെ കഴുത്ത് കിട്ടും. നിന്റെ ശവം എടുക്കുന്നതിനെക്കാട്ടി മുമ്പ് എൻ്റെ ശവമായിരിക്കും ആദ്യം എടുക്കുന്നത്. അളിയാ നിനക്കറിയാലോ സ്നേഹയുടെ കാര്യം. കുഞ്ഞുനാൾ പോലെ അവളെൻ്റെ മനസ്സിൽ കയറി കൂടിയതാണ്. എനിക്ക് അവളെ കല്യാണം കഴിക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് നാട്ടിലോട്ട് വന്നത്. ഇല്ലെങ്കിൽ അവളെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കും അവർ. എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ കയറിയേ പറ്റൂ. ഒരു വഴിയുണ്ട്, പക്ഷേ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. നമുക്കൊരു വേലക്കാരൻ ലൈൻ പിടിക്കാം. അവളെ കിട്ടാൻ വേണ്ടി എന്ത് വഴിയാണ് ഞാൻ ചെയ്യാം. സേതു എത്ര നേരമായി തുടയ്ക്കാൻ പാവിച്ചിട്ട്? എന്തോ ചെയ്യുവാ ഇത്? തുടയ്ക്കൂ അമ്മേ. അയ്യോ തുടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അത് ചൊവ്വന് തുടയ്ക്കാണ്ട പൊടിയൊക്കെ അതുപോലെ അവിടെ കിടക്കുന്ന നല്ലപോലെ തുടയ്ക്ക്. ഇതെന്തുവാ ഇത്? ഈ വെള്ളത്തിലെ അഴുക്ക് കണ്ടോ? ഈ വെള്ളം എടുത്തോണ്ട് കളഞ്ഞം വെച്ച് നല്ല വെള്ളം കൊണ്ടുവന്ന് തുടയ്ക്കേ. ഞാൻ ഒരു റൗണ്ട് തുടച്ചതാ അമ്മേ, അടുത്ത റൗണ്ടാ. ഓ അങ്ങനെ ഒരു ജോലിക്കാരിയെ കൊണ്ടുവന്നു. നല്ല കേമമായിട്ടുണ്ട്. ഉള്ള ചലന്തി വിലയെ അടിച്ച് ആ പൊടിയും തുടച്ച് നല്ലപോലെ എല്ലാം തുടയ്ക്കുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന. എനിക്കോ അലർജിയുടെ അസുഖമുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ചുമ്മാതെ പൈസ കൊടുക്കുക. ഞാനൊരു കാര്യം പറയാം, എനിക്കാണെങ്കിൽ വീറും വൃത്തിയൊക്കെ വേണം. തുടയ്ക്കുവാണെങ്കിൽ ചൊവ്വേ നേരെ തുടക്കണം, ഇല്ലെങ്കിൽ തുടയ്ക്കേണ്ട നിൻ്റെ പാട്ടിന് പോകും. കേട്ടല്ല പറഞ്ഞത്? കൊണ്ടുവന്നിരിക്കുക നാട്ടൊക്കെ എന്തോ പറയാനാണെന്ന് പറഞ്ഞോട്ടെ. തുടക്കത്തില്ല. ഞാൻ പോകും, നീ ഇവിടെ നിൽക്കി. നിന്റെ പേരെന്തോന്നു? മനു ദാമോദരൻ. മെനുനാമോനെ. എടാ ശശാങ്കൻ, നീ ഇവിടെ അടുക്കളക്കാരനായിട്ടാണ് വരുന്നത്. ആ തള്ളയുടെ കൂടാലി കഴുത്ത് കയറ്റൂ നീ. ഇല്ലെന്ന് കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് അമ്മ എനിക്ക് നമ്മെ കണ്ടാൽ മതി. നീ മര്യാദയ്ക്ക് നിൽക്കണം ഇവിടെ. അതൊക്കെ നിന്നോ അറിയാം. അമ്മേ ഇവനിത് കുളവാക്കും. അമ്മേ അമ്മേ ഞാനമ്മേ നാട് വിട്ടുപോയി നമ്മുടെ മോൻ മനു ദാമോദരൻ. നിനക്ക് എങ്ങനെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ തോന്നിയടാ? എൻ്റെ ജീവനിൽ നിന്ന് ശേഖരിച്ച എൻ്റെ ഭർത്താവിനെ കല്ലെറിഞ്ഞ് കൊന്നും വെച്ച് നീ ഇപ്പൊ അമ്മയെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നോ? ഓടാവുന്ന ആങ്ങളെ ആ കത്താലിഞ്ഞടുത്ത് ഇവന്റെ കൈ ധരിക്കുന്ന ഇവനെ എന്തു പറയുന്ന ഇവന്റെ പാപമില്ലാതെ വരുന്നു. അമ്മയെ പരിചയപ്പെട്ടതാ. അതെ ഇവനെ ഇപ്പം നല്ലോണം പണിയൊക്കെ എടുക്കും. നമുക്ക് പുറംപണിക്ക് വേണമെങ്കിൽ നിർത്താം. നല്ല പയ്യനാ, പാവോ ദാരിദ്ര്യം പിടിച്ചൊരു വീട്ടിലാന്നേ. ഓ ആങ്ങളെ ഒരുത്തിയെ കൊണ്ടുവന്ന് ഇവിടെ ജോലിക്കാണെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അത് തന്നെ എനിക്ക് മതിയായി. ഇനി ഇപ്പൊ അടുത്തതിനെ കൊണ്ടുവന്നാൽ ഇവിടെ ജോലിയൊന്നും ഇല്ല, മതി. നമ്മുടെ മോന്റെ പ്രായമുള്ളൂ, മോനെ പോലെ നിന്നാ മതി. മോനോ നിന്റെ പോലത്തെ കാര്യം ഇവിടെ? എനിക്ക് അവനെ കാണിയാൻ വേണ്ട, അവൻ എന്റെ ദർശനത്തിന് പോലും വരരുത്. എനിക്ക് അവനെ കാണിയേ വേണ്ട. പാവം പിടിച്ചവനമ്മേ. നമ്മൾ അടുക്കളയിലെങ്ങാനും നിന്നോട്ടെ, പണിക്കൊക്കെ നിന്നോളൂ. പുറത്ത് പുറവ് വെട്ടാനൊക്കെ നല്ല ഇറച്ചിയില്ലയോ നോക്ക്. ആ എന്തായാലും വാട്ടെ, നിൽക്കട്ടെ. എടാ അമ്മ പറഞ്ഞ കേട്ടെ? ഒന്ന് മോനെ കഴുത്ത കത്തി കേട്ടില്ലേ? പെർഫെക്റ്റ് ആണ് നീ. നീ ഇവിടെ പോയതാ? കട വരെ പോയതാ. എടാ ഇത് നമ്മുടെ ഗോവിന്ദമാമയില്ലേ ഇവിടുത്തെ? ഗോവിന്ദമാമയുടെ മോളാ സ്നേഹ. ആ ഒരു മിനിറ്റേ, നീ വന്നേ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇമ്മാരി കോനാമ്പേച്ച ഡ്രസ്സും കിട്ടി അവൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കില്ല. അവനിവിടെ ജോലിക്ക് വന്നവനാ. ഇത്ര വൃത്തിയിട്ടവനൊക്കെയാണോ ജോലിക്ക് ഇവിടെ കയറ്റുന്നത്? അവൻ അത്ര വൃത്തിയിട്ടല്ലേ.
വലിയ കുഴപ്പമില്ലാത്ത എടുത്തന്നെ. വീടിൻ്റെ അകത്ത് ഇനി ഡ്രസ് കോഡ് പാലിക്കണമായിരിക്കും. ഒരുമിച്ച് കല്യാണം കഴിഞ്ഞ് ജീവിക്കണോ? ഡ്രസ് കോഡ് നോക്കിയേ പറ്റത്തുള്ളൂ. എന്തേലൊക്കെ കാണിക്കും. എടാ നീ ഇതൊരു പോയി ചെയ്യൂ. നീ പൊക്കോ, എല്ലാം സെറ്റാ. ഞാൻ എല്ലാം പറഞ്ഞു നോക്കിയിട്ടുണ്ട്, എല്ലാം സെറ്റാ. പൊക്കോ എടാ, നോക്കോണേ, കഴുത്ത് പോവേ ഡ്രസ്. അതെ, ഇപ്പൊ കൊണ്ടുപോയതെല്ലാം മൊത്തം പൂത്തതാട്ടോ. നല്ലത് നോക്കി എടുത്ത് വെക്കണേ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കണേ. ഞാൻ സഹായിക്കാം. പുതിയ ആളായോണ്ട് ഓരോന്ന് പറഞ്ഞു തരുന്നേ. പേരെങ്ങനായിരുന്നു? എൻ്റെ പേരില്ലേ? ഉണ്ട്. പറയാൻ കൊള്ളാത്ത പേരാണോ? അല്ല, സഞ്ജയ്. സഞ്ജയ്. ആ, കൊള്ളാം. ഒന്നും അറിയത്തില്ലല്ലേ? ഒന്നും അറിയത്തില്ലല്ലേ? അല്ല, അറിയാം. അറിഞ്ഞിട്ടാണല്ലോ വന്നത്. റബ്ബർ ഷീറ്റാന്ന് വിചാരിച്ച്. എടാ അങ്ങോട്ട് അനങ്ങി കിളക്കടാ, പിത്തൊക്കെ ഒന്ന് ഇളകട്ടെ. ആട്ടെ, എന്നെ വെട്ടിക്കറാൻ വരുന്നു. എന്താ? വെള്ളം കൊടുക്കാൻ വന്നതാ. ആ കൊടു, കിളക്കണം അങ്ങോട്ട്. അമ്മേ, സ്വന്തം വീട്ടിൽ വന്ന് വേലക്കാരനായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ. അയ്യോ, എൻ്റെ ആവശ്യമായിപ്പോയി. എന്തത്? എങ്ങോട്ടോ ഉള്ള പോക്ക. തമ്പുരാനെ, ഇന്ന് കത്തുന്നേ. എന്താ ഇവിടെ ഇരിക്കുന്ന? പണിയൊന്നും ഇല്ലയോ? ചോറില്ല. ചോറ് കിട്ടിയില്ലേ ഇതുവരെ? സേതുവേ, ഇവന് ചോറ് കൊടുക്കാത്ത എന്താ? അല്ല പിന്നെ കൂട്ടാനൊക്കെ ഇച്ചിരി ചെലവ് കൂടുന്നുണ്ട്, അതനുസരിച്ച് വേണം കൊടുക്കാൻ കേട്ടോ. ആ, അല്ല ഞാൻ പറഞ്ഞത്. അയ്യേ,
മുട്ടേ എന്തോന്നാ ചെയ്തു ഇത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ആദ്യം കണ്ടപ്പോൾ തൊട്ടേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ജീവിതത്തിൽ കല്യാണവും കുടുംബവും കുട്ടികളും ഒക്കെ വേണമെന്ന് തന്നെ കണ്ടപ്പോൾ തന്നെയാണ് എനിക്ക് തോന്നി തുടങ്ങി. ഇന്ന് രാവിലെ ഞാൻ വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോൾ ആ ചുണ്ടുകൾ, കണ്ണുകൾ, ആ മൂക്ക്, അതെല്ലാം എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് അട്രാക്റ്റ് ചെയ്തു. ദാ ഈ കേൾക്കുന്ന പാട്ടില്ലേ, അതുപോലെയാണ് നിൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കുന്നത്. നിൻ്റെ ആ ഓട്ടവും നടത്തവും ഇരുത്തവും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് വേറെ എന്ത് സംഭവിച്ചാലും ആരൊക്കെ എതിർത്താലും ശരി, ഞാൻ നിന്നെ കല്യാണം കഴിക്കും. നമ്മൾ ഒരുമിച്ച് ഹാപ്പിയായിട്ട് ജീവിക്കും. ഇപ്പം ഒന്നും പറയണ്ട, ഇത് മനസ്സിലിരിക്കട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് സമ്മതമാണ്. അങ്ങോട്ട് പോകണ്ട, നീ ഇക്കള. ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ഇക്കള. നീ ആ നടുക്കിടന്നുള്ള കളി മതി. ഗുഡ്. നീ കൊള്ളാമല്ലോടാ, നിനക്ക് നല്ലൊരു പിടിക്കാനൊക്കെ അറിയാലോ. ഓ മാമ. മാമനോ? ആരാ മാമൻ? അല്ല, ഈ കുറുപ്പിനെ കയറി മാമ കളിക്കാൻ നീ ആരാടാ? എൻ്റെ മോളെ നിനക്ക് ഞാൻ കെട്ടിച്ചു തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല, വരേണ്ടി വരും. എന്തോടാ വെറുതെ? ഇല്ല 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 സാർ. സാർ അത് ഇവന്നെ കളിയൊക്കെയാണ്. നിനക്ക് എന്നെ അറിയാൻ മേത്തോണ്ടാ, ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാ. എൻ്റെ പേര് കേട്ടാ ഈ വീടും നാടും ഒരുമിച്ച് പറിക്കും കേട്ടോടാ. അച്ഛാ, ഒരു 500 വേണമല്ലോ. 500? എന്തിനാണ് 500 രൂപ? ബൈക്കിന്റെ കുറച്ച് പാർട്സ് ഒക്കെ മാറാനുണ്ട്. ബൈക്കിൻ്റെ എന്താ മാറേ? എന്താ അറിഞ്ഞാലേ തരാൻ പറ്റത്തുള്ളൂ. അതിനകത്തിരിക്കുന്ന എടുത്തോണ്ടോ? ഇതിനോട് ഇങ്ങനെ പേടിപ്പിക്കുന്നത്? തിരുമടാ. ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ മാമൻ സാറേ? ഏറെക്കുറെ. ശ്രദ്ധിച്ച് വെള്ളം കുടിക്കുക. ഇത് നിറയെ കയറി ജീവനൊരാപത്താ. ചുമ്മാ അല്ല ഇത്തിരി ഇളക്കം. അമ്മാവനെ ചാക്കിലാക്കി വെച്ചേക്കുക. സ്നേഹം മനസ്സിൽ വെച്ചാൽ പോരാ, പ്രകടിപ്പിക്കണം. പ്രകടിപ്പിക്കാം. ഇന്ന് ഞാൻ പ്രകടിപ്പിക്കാം. എനിക്ക് ഈ സ്നേഹം നഷ്ടപ്പെടുത്താൻ വയ്യ. അമ്മ, ഇവിടെ ഒരു ചെറുക്കനുണ്ടായിരുന്നല്ലോ, അവനിപ്പോൾ എന്ത് ചെയ്യും? അതാണ്ട് എൻ്റെ ആങ്ങളുടെ മോനാ, അതാണ്ട് ഇവിടുത്തെ ചെറുക്കനാ ഇവന്. അയ്യോ അമ്മ, ഇവനല്ല. അല്ല, അമ്മയുടെ മൂത്ത മോനുണ്ടായിരുന്നല്ലോ.
എൻ്റെ മോൻ്റെ കാര്യം മിണ്ടിപ്പോവരുത്. അവൻ്റെ കാര്യം എനിക്ക് ഇഷ്ടമല്ല. കാരണം എൻ്റെ ഭർത്താവിനെ അവൻ കൊന്നു വെച്ച് പോയവനാ. എനിക്ക് അവൻ്റെ കാര്യം പറഞ്ഞത് ഇഷ്ടമല്ല. അതെന്തോ അപ്പച്ചിക്ക് ആഗ്രഹമില്ലേ മോനെ ഒന്ന് കാണണമെന്ന്? അങ്ങനെ ചോദിച്ചാ ഇല്ല. ചേച്ചി ഒന്ന് ഉമ്മാരി ചേച്ചി. എൻ്റെ പൊന്നമ്മ, അത് അറിയാൻ വയ്യാത്ത പ്രായത്തിൽ നടന്ന കാര്യമില്ലയോ? നമ്മൾ ഈ കുട്ടികളായിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്തോരം കുസൃതികൾ കാണിക്കും. അതുപോലെ ഒരു കുസൃതി അവൻ കാണിച്ചു, അത്രയല്ലേ ഉള്ളൂ. അത് ശരിയായിരിക്കും. അറിയാൻ വയ്യാത്ത പ്രായമല്ലയോ. പിന്നെ ഒരാളെ തലക്കെറിഞ്ഞ് കൊന്നിട്ട് പോകുന്നതല്ലയോ അബദ്ധം, അത് സ്വന്തം അച്ഛന്. അമ്പമ്പോ ഞങ്ങളുടെ നാട്ടിലൊന്നും ഇതില്ലേ. ചേച്ചി എന്തോ പറഞ്ഞല്ലേ ചേച്ചി? അപ്പച്ചിക്ക് മോനോട് സ്നേഹമൊക്കെ ഉണ്ട്. പലപ്പോഴും ഇരുന്ന് ഒറ്റയ്ക്ക് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് കൊച്ചമ്മ കരഞ്ഞതൊന്നും അല്ല, സീരിയല് കണ്ട് കണ്ണീന്ന് വെള്ളം വന്നതാ. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടി ഇരുന്ന് കരഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കെന്തോ കാണണോ നാട് വിട്ടു പോയ അപ്പച്ചിയുടെ മോനെ? അത് കൊള്ളാമല്ലോ. ജോലിക്കാരുടെ നാളെ നിന്നാൽ മതി. ഇവിടെ വീട്ടുകാർ നോക്കാൻ ഞങ്ങളുണ്ട്. അതെ, നീ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. നീ അപ്പുറത്ത് പോയി തൂക്കിയ വല്ലതും ചെയ്യും. മതി പാത്രം കഴിയത് കേട്ടോ. അങ്ങനെ പടികളും എനിക്കിന്ന് പാടി കുളിക്കായിരുന്നു. കേൾക്കണം കേൾക്കണ്ട. എന്താ ഇന്ന ഓ ഷർട്ടൊക്കെ അലക്കി തേച്ച് വെച്ചിട്ടുണ്ട്. നല്ല കാര്യം. തുറന്ന് നോക്ക്. തുറന്ന് നോക്കാൻ പഴയോ? ദൈവമേ, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ പെണ്ണിൻ്റെ തലയിലാവും. രണ്ടും കളിപ്പിച്ച് എന്നെ വന്നാലും ശരി, ഇന്ന് സ്നേഹം എടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പോവാം. ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. എനിക്ക് എൻ്റെ പെണ്ണിനെ നഷ്ടമാവുകയും ചെയ്യും. എവിടെ തലയിലാവും അവളുടെ അമ്മൂമ്മയുടെ പഴം. പിന്നെ എന്തെടുക്കുവാ? 12 മണിയായി. വീഡിയോ കോൾ വരാമോ? ഒന്ന് വാങ്ങേ. വാ. ഒരു മിനിറ്റ്. സ്നേഹേ, മാറിപ്പോയാ? എന്താ ചേട്ടാ? എന്നാ ആരെങ്കിലും കണ്ടാലോ? എന്തിന്? ചേട്ടൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ പറഞ്ഞ പോരെ? എന്തുണ്ടാവാൻ? എനിക്കൊന്നുമില്ല. ഇപ്പൊ എന്നെ കാണാൻ തോന്നിയോ? ചേട്ടാ എന്താ പറയാനുള്ളത് വെച്ച് പറഞ്ഞിട്ട് പറയുന്നേ. ഹലോ, എന്താണോ നിൽക്കുന്നേ? അപ്പൊ ഇതായിരുന്നല്ലേ രണ്ടും കൂടെ പരിപാടി? അല്ല, എന്തായാലും കൊള്ളാം. പണി പറ്റിച്ചല്ലോടി പിള്ളേരെ നിങ്ങൾ. എടാ കൊച്ചേ, നീ വന്നിട്ടേ കുറച്ച് നാളല്ലേ ആയുള്ളൂ. അതിനിടയ്ക്ക് നീ... അയ്യോ കൊച്ചമ്മേ, ചേട്ടനെ ഒന്നും പറയണ്ട. ചേട്ടനെ ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അല്ല അമ്മ, ഞാൻ ശരിക്കും പറഞ്ഞ ഈ വീട്ടിൽ അമ്മയുടെ അനുഗ്രഹത്തോടെ ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കണം.
അമ്മേ ഇവനെ ഞാൻ കൊണ്ടുവന്നു എനിക്ക് പങ്കൊന്നുമില്ല കേട്ടോ. പിള്ളേരുടെ ആഗ്രഹമല്ലേ, അവൻ അവളെ കണ്ട് ഇഷ്ടപ്പെട്ടു കല്യാണം കഴിക്കട്ടെ എന്ന്. കൺഗ്രാറ്റ്സ് ചേട്ടാ. ഈ വീട്ടിൽ പെട്ടെന്നൊരു കല്യാണം നടക്കുന്ന ജോലിസിൽ പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് ഇവർ രണ്ടുപേരുടെയാണ്. ആരുടെ? ഈ പിള്ളേരുടെ. ഇവരുടെ? ആ. അതെങ്ങനെ? എടാ ഇവർ വർഷങ്ങൾ കൊണ്ട് സ്നേഹിക്കുമല്ലായിരുന്നോ? എടാ കൂടെ നടന്നിട്ട് ഇതായിരുന്നില്ല നിന്റെ പരിപാടി. അയ്യോ എന്നാ നിനക്ക് എന്നാ അസത്തിന് എൻ്റെ അണ്ണാക്കി വാരിയിടുന്നേ. ഓ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പം രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് ഇവിടെ അങ്ങ് നിന്നു. ഒരു മംഗളകരമായ കാര്യം കഴിഞ്ഞതല്ലയോ? എല്ലാവരും കൂടെ ഇച്ചിരി ആഹാരം കഴിച്ചിട്ട് പോകാം. പറ്റില്ലേ എന്തോത്തിന്? കഴിക്കാൻ. ഞാൻ വന്നോളാം. ഞാൻ കാത്തിരിക്കും. കള്ള ഒന്ന് നിന്നേ. എന്താ ഒരുമാതിരി തെണ്ടിത്തരമായി ഇപ്പോൾ താൻ കാണിച്ചത്. എന്താടാ? തൻ്റെ അവിഹിതത്തെ എൻ്റെ തല കെട്ടി വെക്കാൻ നോക്കി. അതെൻ്റെ അവിഹിതമല്ലടാ, അതെൻ്റെ അവിഹിതത്തിൽ പിറന്നവളാ. ആരാ? എൻ്റെ മകളാ അത്. സേതുലക്ഷ്മി? ആ. അത് നിനക്കെങ്ങനെ? അതെനിക്ക് മാത്രമേ അറിയൂ. അതിനോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പലതവണ നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ആവശ്യമില്ലാതെ പിള്ളേരോട് വഴക്കുണ്ടാക്കാൻ പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ പറഞ്ഞാലെന്താ കേൾക്കാത്തെ? ഇനി മേല ഇതുപോലെ പിള്ളേരോടെ കളിച്ച് വഴക്കുണ്ടാക്കി എൻ്റെ മുന്നിൽ വന്നിരുന്ന് മൂങ്ങിയോ അപ്പം കിട്ടിയോലായിരിക്കത്തില്ല. അറിഞ്ഞാൽ വിളിപ്പിക്കുന്നില്ല ഞാൻ. കടലാ പഠിക്കത്ത്. മോനെ മനു, നീ ആയിരുന്നോടാ? നിനക്ക് മാത്രമേ അമ്മാവൻ്റെ എല്ലാ കള്ളക്കളികളും നിനക്കറിയത്തുള്ളൂ. എന്തായാലും ഇത് നീ ആരോടും പറയാൻ നിൽക്കണ്ട. എന്തായാലും സന്തോഷമായിടാ. കറക്റ്റ് കയ്യിലാണ് അവൾ വന്ന് ചേർന്നത്. സന്തോഷമായി. പിന്നൊരു കാര്യം, ഇതാ തള്ള അറിയണ്ട, കണ്ടിച്ചു വെക്കും നമ്മൾ രണ്ടിനെ. അവൾ അത്രയ്ക്ക് വെറുപ്പാണ് നിന്നോട്. അതുകൊണ്ട് ഇതറിയണ്ട കേട്ടോ.